കൂട്ടുകാരെ, ഇന്ന് നമുക്ക് അടിപൊളി ഒരു ബ്രൗണി ഉണ്ടാക്കാം. അതും അടുപ്പിലൊക്കെ വെച്ച് വിത്തൗട്ട് ഓവൻ. അപ്പൊ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നല്ല ടേസ്റ്റാട്ടാ. വായു വീഡിയോയിലോട്ട് പോകാം. കണ്ടില്ലേ, സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെന്ന ചെയ്യേണ്ടത്, ഒരു പാത്രത്തിൽ ചൂടുവെള്ളം ഒഴിച്ച് അതിലോട്ട് ചോക്ലേറ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇപ്പം 150 ഗ്രാം ചോക്ലേറ്റിന് ഒരു 50 ഗ്രാം ബട്ടർ ചേർത്ത് ഇത് ചുമ്മാ വെറുതെ വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ മെൽറ്റായിട്ട് വരും കേട്ടോ. പിന്നെ എടുക്കുന്ന പാത്രത്തിൽ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇനി നമുക്ക് കേക്ക് ടിന്ന് റെഡിയാക്കി വെക്കണം. ഇനി 1 കപ്പ് ബ്രൗൺ ഷുഗറും 1/2 കപ്പ് വൈറ്റ് ഷുഗറും നമുക്ക് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം. ഇനി ഒരു 4 മുട്ട ഈ അടിച്ചെടുത്ത ഷുഗറിൻ്റെ കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. അതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും 1 ടീസ്പൂണ് വാനില എസൻസും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഇനി അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദയും 1/2 കപ്പ് കൊക്കോ പൗഡറും. ഇത് മാത്രമേ ഉള്ളൂ. ഇനി നന്നായി അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ നന്നായി മിക്സ് ചെയ്യാം. ഈ മിക്സ് ചെയ്ത ബാറ്ററിലോട്ട് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. കണ്ടില്ലേ, നമ്മുടെ ബാറ്റർ ഇതുപോലെ വരണം. ഇനി ഇതിലോട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ബ്രൗണി ഉണ്ടാക്കി കഴിയുമ്പോൾ കടിക്കുമ്പോൾ അതിലൊരു ചോക്ലേറ്റ് മെൽറ്റായി വരാനാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ടിന്നിലോട്ട് ബ്രൗണിയുടെ ബാറ്റർ ഒഴിച്ച് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് 2-3 കഷ്ണം ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം മതി. ഇത് 2 തട്ട് തട്ടി ഇത് അടുപ്പിൽ നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു. എനിക്ക് ശരിക്കും വന്നത് 45 മിനിറ്റ് ആണ് വന്നത്. കാരണം എൻ്റെ സ്റ്റൗവിൽ കുറച്ച് തീ ഉണ്ടായല്ലോ. ചിലവർക്ക് 30 മിനിറ്റിനുള്ളിൽ വരും. എനിക്ക് 45 മിനിറ്റിലാണ് നമ്മുടെ ബ്രൗണി റെഡിയായി വന്നത്. കണ്ടില്ലേ, മുകൾ ഭാഗത്തൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇതിന് നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. ഇത് നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. നമ്മുടെ കത്തി ഉണ്ടല്ലോ, കത്തി ഒന്ന് നല്ല ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് തുടച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പം കറക്റ്റായിട്ട് കിട്ടൂട്ടാ. കണ്ടില്ലേ, നോക്കിയേ, ബ്രൗണി സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ആദിലക്ഷ്മി കിച്ചൻ മേഡ് കാണണം. എല്ലാ വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ സിമ്പിളായിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണേ. ബൈ ബൈ ഫ്രണ്ട്സ്.